നമ്മുടെ വണ്ടിയുടെ നിലവിൽ വണ്ടി ഇടിച്ചേക്കണതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാൻ വേണ്ടിയിട്ടുണ്ടോ. നിലവിൽ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയിട്ട് സംഭവിച്ചാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്കൊക്കെ ബെൻഡാണ്. ഫ്രണ്ടിലത്തെ വന്ന മെയിൻ ഫോർക്ക് ബെൻഡാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഷോക്കപ്പ് ഇതൊക്കെ എനിക്ക് നമുക്ക് മാറ്റിയിട്ട് ഇവിടെ ഇല്ല, പുതിയ ഇട്ടാണെന്ന്. പക്ഷെ അത് ഇടിച്ച് ബെൻഡായി പോയി. ഫ്രണ്ട് ഫോർക്ക്, കുഷ്യൻ അസംബ്ലി, ലിങ്ക്, ഇത്ര ഐറ്റം നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അത് ഫോർക്ക് എന്ന് പറയുമ്പോൾ ഫുള്ള് ഇപ്പുറത്തും വന്ന പീസുണ്ട്. പിന്നെ അതേപോലെ റിമ്മൊക്കെ നോക്കുമ്പോൾ റിമ്മിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. റിമ്മ് നമുക്ക് വേറെ ബെൻഡ് വന്നിട്ടില്ല. അത് മൊത്തത്തിൽ ചെരിഞ്ഞാണ് കാരണം റിമ്മ് ബെൻഡായിട്ടില്ല. ഫോർക്കാണ് ബെൻഡായിക്കണം. ഫോർക്കും ഷോക്കും ലിങ്കും. പിന്നെ പറ്റിയാണെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാർ കുത്തി വന്നപ്പോൾ ഹാൻഡിൽ ബാർ സൈഡായുണ്ട്. പിന്നെ മൺകാടിൻ്റെ അലൈൻമെൻറ്റൊക്കെ പോയിട്ടുണ്ട്. അതായത് ഒന്ന് പാച്ച് വർക്ക് ചെയ്തിട്ടും പെയിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് പാച്ച് വർക്ക് ചെയ്തെടുക്കുക. ഈ സൈഡ് ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് വൈസറിൻ്റെ അവിടെ ഭാഗം അതൊക്കെ ഒന്ന് വേണമെങ്കിൽ പാച്ച് വർക്ക് ചെയ്താൽ പെയിൻറ്റിങ്ങിലേക്ക് ആകാം. അപ്പോൾ നിലവിലും മെയിനായിട്ട് പറ്റിയാണത് വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ വന്നേക്കുന്നത് ഫ്രണ്ട് ഫോർക്കും കുഷ്യൻ അസംബ്ലി. ആ ഫ്രണ്ട് ഇത്രയും ഭാഗം മാത്രമാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അതായത് ഇപ്പോൾ പെയിൻറ്റിങ് ഇപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഈ സ്ക്രാച്ചിൻ്റെ കേസൊക്കെ നോക്കണമെങ്കിൽ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാനിപ്പോൾ ഇടാം. അപ്പോൾ നോക്കിയിട്ട് പറയും. ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ചെയ്താൽ മാത്രം പൈസ വരുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ലെവലടിച്ച് വിട്ട് കഴിഞ്ഞാലും ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ തകിടായതുകൊണ്ട് തുരുമ്പ് കയറും. വൈറ്റ് ആയതുകൊണ്ട് വേറെ നമുക്ക് പെയിൻറ്റ് ടച്ചിങ്ങും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ എത്ര ഐറ്റം ഇപ്പോൾ എടുത്തിട്ട് ഞാനൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം.